നഗരത്തിലെ കോട്ടയാണ് നമ്മുടെ പിന്നിൽ കാണുന്നത്. ഇവിടെയുള്ള ബ്രിഡ്ജൊക്കെ ഇപ്പോൾ വന്നതാണ്. 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദിനോസറുകളൊക്കെ താമസിക്കുന്ന രാജ്യമാണിത്. ഇതാണ് കൽഹത്ത്. സൂറിൽ നിന്നും 50 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കൽഹത്തിലുള്ള പുരാതനമായ ഒരു കോട്ടയാണിത്. വളരെ പുരാതനമായ ഒരു രാജ്യം എന്ന നിലക്ക് ടൂറിസ്റ്റുകളെ വളരെയേറെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. പുരാതന എന്ന് പറയാൻ മസ്കത്തിലെ സൂറിൽ നിന്നും 60 കിലോമീറ്റർ ദൂരെയാണ് ഈ പുരാതന നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പല പുരാതന ബിൽഡിങ്ങുകളും വീടുകളും കൃഷിസ്ഥലങ്ങളും ഒക്കെ കാണാം. ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ എടുത്തതാണ് ഈ പാലം. ഈ ബ്രിഡ്ജ് ഈ ഭാഗത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ബ്രിഡ്ജാണെന്നാണ് പറയപ്പെടുന്നത്. ആധുനിക മനുഷ്യനാണ് ഓടിപ്പോകുന്നത്. പഴയ കാലങ്ങളിൽ ചില കാടുകളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനാണിത്. സൂറിലുള്ള ബിമ്മ സിംഗ് ഫോളിന്റെ അടുത്താണ് ഞങ്ങൾ ഉള്ളത്. ഹലോ, ഡോക്യുമെന്ററി മഹാനഗരത്തിലാണ് ഉൽക്കയും മറ്റൊരു സൈഡ് അഗ്നിപർവ്വത സ്ഫോടനമായത് ഒന്നിച്ചു നടന്നത്. ദൃക്സാക്ഷികൾ പ്രബലമായ പറ്റി വ്യക്തമായിട്ട് അറിയില്ല. ഉൽക്ക പതിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ഗർത്തം. ബിമ്മ സിംഗോൾ കാണാൻ അബ്ദുള്ളയാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം അബ്ദുള്ള തന്നെ കൊടുക്കുന്നതായിരിക്കും. ഈ ബീച്ച് ഇവിടെ അറിയപ്പെടുന്ന ഒരു ബീച്ചാണ് ബിമ്മ ബീച്ച്. ഉൽക്കകൾ പതിച്ചത് കാരണമാണ് ഹോൾ ഉണ്ടായതെന്നാണ് പ്രബലമായ ഹദീസിലുള്ളത്. ഇന്നലെ രാത്രി പോലും ഉൽക്ക വീണതായി പലരും കണ്ടവരുണ്ട്. ഒമാനിലെ സൂറിലുള്ള ബിമ്മ സിംഗോൾ എന്ന സ്ഥലം കാണാൻ വേണ്ടി രാവിലെ 7 മണി മുതലേ പുറപ്പെട്ടതായിരുന്നു ഞങ്ങൾ മസ്കത്തിൽ നിന്നും. ഇവിടെ എത്തി ഇതുവരെ ഞങ്ങൾ കണ്ടില്ല. കാരണം ടെമ്പറേച്ചർ വളരെ ഉയർന്ന സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ചോറ് തിന്നാൻ പോവുകയാണ്. ചോറ് തിന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ചോറ് തിന്നപ്പോൾ പോയി. വളരെ മനോഹരമായ ഇംഗ്ലീഷ്. ഇവരെ കണ്ടതിൽ ഞങ്ങളെല്ലാവരും സംതൃപ്തരാണ്. മറ്റേ യാത്ര പറഞ്ഞൊരു വഴിയോരങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങളുടെ പെരുന്നാൾ ഇതോടുകൂടി ധന്യമായിരിക്കുകയാണ്. കാണാൻ വിചാരിക്കാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. മസ്കത്തിൽ നിന്നും 200 കിലോമീറ്റർ അകലെ സൂർ എന്ന നഗരത്തിൽ നിന്നും 60 കിലോമീറ്റർ ദൂരെയാണ് ഈ ബിമ്മ സിംഗ് ഹോൾ സ്ഥിതി ചെയ്യുന്നത്. ബിമ്മ സിംഗ് ഹോൾ വളരെ മനോഹരം. എല്ലാവരും വരാൻ കുറേ വിസമ്മതിച്ചു. അതെന്തുകൊണ്ടാന്ന് എനിക്ക് മാത്രം അറിയാം. അത് ഞാനിവിടെ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. বাংলা গালা আইজব থেকে 200 কিলোমিটার দূর। সুন্দর জিনিস আমরা দেখলাম, অনেক সুন্দর যে কল্পনা করা যায় না। ഇനി ഇസ്മായിലിന്റെ ലാംഗ്വേജ് പുതിയങ്ങാടി. ബംഗ്ലയിൽ ഇപ്പൊ കേട്ടതിന്റെ തർജ്ജമയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ മനോഹരമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൃശ്ശൂരിനെ കുറിച്ചിട്ടാണ്. ബിമ്മയിലുള്ള സിംഗ് ഹോളിൽ നിന്നും
are cold. We